അങ്ങനെ മങ്കിക്കുട്ടന്മാരുമായിട്ട് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മലയിറങ്ങി. ഇനി പൊള്ളാച്ചിയാണ് നമ്മുടെ ലക്ഷ്യം. പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ്. പൊള്ളാച്ചി പോകുന്ന വഴിയിൽ ആലിയാർ ഡാമുണ്ട്. ആലിയാർ ഡാം എത്തി ഞങ്ങളവിടെ പതുക്കെ ഇറങ്ങി. ഞങ്ങളുടെ ഈ സന്തോഷകരമായ യാത്രാ വിവരണം കണ്ടിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കുറച്ച് ഞങ്ങളുടെ ഈ അനുഭവങ്ങളെ നിങ്ങളൊന്ന് കാണണം. ഞങ്ങൾ ഇറങ്ങിയ ഉടൻ തന്നെ അമ്മച്ചി മാങ്ങയും പൈനാപ്പിളുമായിട്ടൊക്കെ വന്ന് അതിൽ നിന്ന് കുറച്ച് മാങ്ങയും പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിന്ന്, എന്നിട്ട് അവിടെ കണ്ട ദർബാർ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മീനെല്ലാം നല്ല വൃത്തിയായി പുരട്ടിയൊക്കെ വെച്ചേക്കിനെ കണ്ടിട്ട് മിഹാദ് കാക്കാക്ക് സഹിച്ചില്ല. പുള്ളിക്കാരന് മീൻ വേണമെന്ന് പറഞ്ഞു. നെമ്മീൻ എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമ്മളെ നാട്ടിൽ കിട്ടുന്ന കടലിൽ നെമ്മീനായിരിക്കുമെന്ന്. ഐക്കൂറ. പക്ഷേ അതല്ല, തിന്നാൻ പറ്റാത്ത ഒരു ടൈപ്പ് മീൻ. ഞങ്ങൾക്കൊന്നും പിടിച്ചില്ല. പിന്നെ വാങ്ങിച്ചതിന് വേണ്ടിയൊക്കെ കുറച്ചൊക്കെ കഴിച്ച്. അത് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറണം. ഞങ്ങൾ നടുവേദനയും മുട്ടുവേദനയൊക്കെ ഉള്ളവരാണല്ലോ, പ്രായം ചെന്ന ആൾക്കാരല്ലേ. എങ്കിലും ഞങ്ങളിതൊന്നും വഹ വയ്ക്കാതെ കയറാൻ തന്നെ തീരുമാനിച്ചു. കയറിപ്പോയ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഇത് റെക്കോർഡിങ്ങിന് ഇട്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ റെക്കോർഡിങ് ഓഫായി കിടന്നു. അതുകൊണ്ട് ഓഡിയോസ് ഒന്നും കിട്ടിയില്ല. മുകളിൽ കയറാൻ പോയപ്പോൾ ഷാജി പറഞ്ഞ് ഞാൻ മുകളിൽ കയറാം, എന്നിട്ട് മുകളിൽ കയറിയതിന് ശേഷം നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രം നീ കയറിയാൽ മതിയല്ലോ, അല്ല വെറുതെ എന്തിനാണ്, നിങ്ങൾ എല്ലാവരും കൂടെ കയറണം. അങ്ങനെ ഷാജി ഫസ്റ്റിൽ കയറുകയും മുകളിൽ കയറിയെന്ന് ഷാജി സൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മിഹാദാക്കായി ഞാനുമായിട്ട് കയറി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇത് കയറി ഏറ്റവും ടോപ്പിലെത്തുന്നതിന് മുമ്പ് തന്നെ മുനാഫാമ താഴെ നിൽക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ നടുവേദന ഉണ്ട്, അതുകൊണ്ട് പുള്ളി കയറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് കറക്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് മനോഹരമായ ദൃശ്യങ്ങൾ, സൂപ്പർ വ്യൂസ്. എന്നിട്ട് വീണ്ടും അവൻ പറഞ്ഞ് സൂപ്പറാണ്, കയറി വാ എന്ന് പറഞ്ഞതിന് ശേഷം ഞാനും മിഹാദക്കായിട്ട് മുകളിൽ കയറി. മുകളിൽ കയറി അവിടെ നല്ല ദൃശ്യങ്ങൾ, മനോഹരമായ ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞ് സൂപ്പറായിരിക്കും മാമ, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ മുനാഫ് മാമയി മുകളിൽ കയറി. എടുത്തു തരാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്ത് തന്നു. അതിനുശേഷം ഞങ്ങൾ ആ ഡാം വിടുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്, ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. വനത്തിനുള്ളിലാണ്. അതിന് ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞു, ബോർഡ് കണ്ട് തിരിഞ്ഞു.
ഞങ്ങൾക്ക് സ്ഥലം തെറ്റി കുറച്ച് കറങ്ങേണ്ടി വന്നു. അവിടെ കുറച്ച് ആൾക്കാരിരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു. അവർ പ്രോപ്പർ വഴി പറഞ്ഞു തന്നു. അങ്ങനെ അവർക്കൊരു താങ്ക്സ്, നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ടോപ്പ് ഹില്ലിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമെത്തി. അങ്ങനെ ഒരാൾ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് വനമാണ്, വളരെ നിബിഡ വനങ്ങൾ. ആ വനത്തിനുള്ളിലൂടെ ഞങ്ങൾ പതുക്കെ യാത്ര തിരിച്ച് മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിലെത്തി. കേരളത്തിനകത്തുള്ള ടൈഗർ റിസർവിലേക്ക് പോകാൻ തമിഴ്നാട് വഴിയുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ടോപ്പ് സ്ലിപ്പിലെത്തി. ഇതാണ് ടോപ്പ് സ്ലിപ്പ്. അവിടെ ഇറങ്ങിയ ഉടൻ തന്നെ ഒരു കാട്ടുപന്നി ഓടുന്നത് കണ്ട് ചെറുതായിട്ടൊന്ന് ഭയപ്പെട്ടു. കേരളത്തിൻ്റെ ബോർഡർ എത്തി. ഇതിനപ്പുറം കേരളമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ടൈഗർ റിസർവ്. അതിൻ്റെ ടിക്കറ്റിൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചെറിയ ദൃശ്യങ്ങളൊക്കെ പകർത്തി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തു. ഇദ്ദേഹവും ഒരു മലയാളിയാണ്. അദ്ദേഹത്തെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. നമ്മളെപ്പോലെ വന്നതാണ്. സമയം കഴിഞ്ഞതുകൊണ്ട് അതിനകത്ത് ടിക്കറ്റ് കിട്ടാൻ വഴിയില്ല. അങ്ങനെ ഇനി ഒരുക്ക വരാമെന്ന് ഞങ്ങൾ കരുതി. പിന്നെ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി. അങ്ങനെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇനി ഒരിക്കൽ കൂടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് ആ സമയത്ത് 2 കാട്ടുപന്നികൾ അതിലേ പോയി. അവിടുത്തെ ആൾക്കാർ പറയുന്നത് വളരെ ഡേഞ്ചറാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 10 കുട്ടികളെ കണ്ട, സ്കൂളിൽ നിന്ന് വരുന്ന 10 കുട്ടികളെ കുത്തി മറിച്ചിട്ടുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് കുറച്ച് അപ്പൂപ്പന്മാർ മങ്കീസിനെയും കണ്ടുകൊണ്ട് ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. മടക്കയാത്രയിൽ ഒരു കൂട്ടം കാട്ടുപോത്തിനെ കണ്ട്. ഡേഞ്ചറാണ് കാട്ടുപോത്ത്. അത് ഞങ്ങളൊരു വളവിങ്ങനെ തിരിഞ്ഞതും ഞങ്ങളുടെ ഫ്രണ്ടിൽ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ആകെ ഭയത്തിൽ പേടിച്ച് വിറച്ചുകൊണ്ട് പതുക്കെ കാടിറങ്ങി. അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിൻ്റെ മനോഹാരിത കണ്ടുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്രയായി. അടുത്ത വരവിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് കാണാം. അതിന് നിങ്ങൾ കൂടെ ഉണ്ടാകണം കേട്ടോ. ഉണ്ടാകണം, ഉണ്ടാകാതിരിക്കരുത്.